ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. വേറെ എവിടേക്കുമല്ല, ഏഴാറ്റുമുഖത്തേക്കാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഒരു ചെറിയൊരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ കാണണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും യാത്ര തുടങ്ങാൻ പോകണമെന്ന് ബുള്ളറ്റിനാണ് പോണത്. ഓൺ ദി വേയിലാണ് ഞാനിപ്പോൾ എന്തായാലും ഇൻട്രോ ഷൂട്ട് ചെയ്യണത്. അപ്പം നമുക്ക് എന്തായാലും ഏഴാറ്റുമുഖത്ത് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടെ എന്തോരം തിരക്കുണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം, തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ വീടിനടുത്താണെന്നുണ്ടെങ്കിലും അവിടെ നമ്പറൊന്നുമില്ല, വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഏഴാറ്റുമുഖത്തൊന്ന് ചെറിയൊരു എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാനിപ്പോൾ ഈ പോണ വഴിയിൽ തന്നെ ഉള്ളൊരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. നല്ലൊരു പനയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടരാം. ഏഴാറ്റുമുഖം പോണ വഴിയിൽ ഇറങ്ങാൻ പറ്റണ ഒരു സ്ഥലമുണ്ട്. അവിടെ രണ്ട് മരം കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോണൊരു സ്ഥലമാണ്. തെന്നലൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ക്യാമറ അടക്കം വെള്ളത്തിൽ പോകും. അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു തന്ന വഴിയാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കി നോക്കണം. നല്ല തെന്നലൊക്കെ ഉള്ളൊരു വഴിയാണ്. ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ കാരണം അതെ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ഇതൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. നല്ല കാട് പോലത്തെ സ്ഥലമൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഏഴാറ്റുമുഖം എത്തണയ്ക്ക് മുന്നേ ഇനി വരുമ്പോഴൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കിവിടെ കയറാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് പോകണം. പാറക്കെട്ടുകളാണ് മൊത്തം. നമ്മളെ തന്നെ ശ്രദ്ധിക്കാം. എങ്ങനെ ഇത് മൂക്കോടെയൊക്കെയാണ് ഇങ്ങനെ ചാടിയൊക്കെ പോണത്. എന്നാൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമാനമാവും. എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്, വീഴാണ്ടിരിക്കട്ടെ. നല്ല വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതുണ്ടായിരുന്നു. അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇങ്ങോട്ടേക്ക് പോന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. അറിയില്ല വല്ല പാമ്പോ ചേമ്പൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. നല്ല വഴുക്കലുണ്ട് ഇവിടെ. വഴുക്കൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വില കൂടിയ ക്യാമറകളൊക്കെ ആയിട്ട് വരുന്നവർ ഇവിടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കണ്ടോ, അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് എത്തി. കണ്ട, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല വ്യൂ ആണ്. നമ്മളിപ്പോൾ അവിടെ കണ്ടതിനേക്കാളും നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇന്ന് നല്ല മനോഹാരിത നോക്കി, അടിപൊളി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല തെന്നലുണ്ട്. വെള്ളം എന്തേ നിങ്ങൾ കണ്ടു നോക്കിയേ. നല്ല സൂപ്പർ സ്ഥലമാണ്. ഞാൻ ബൈക്ക് വെറുതെ നിർത്തിയതാണ്. ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയായിട്ട് നിർത്തിയതാണ്. അപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഇത് കൂടെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നതാണ്. പക്ഷേ ഇവിടേക്ക് വരാനായിട്ട് ഇത്തിരി കുറച്ച് വഴി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് അധികം ആരും വന്നിട്ടൊന്നുമില്ല. കാരണം ഇവിടെ വേസ്റ്റൊന്നും കിടക്കില്ല. നമ്മൾ വരുന്ന വഴിയിൽ കുറച്ചപ്പുറത്തായിട്ട് കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ആരോ വന്നിട്ടുണ്ട്, അറിയാവുന്ന ആരോ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ആരും വന്നിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഇവിടെ അത്യാവശ്യം നല്ല സൂപ്പർ പ്ലേസാണ്. നിങ്ങൾക്ക് കണ്ടാൽ അതേ മനസ്സിലാവും. നോക്കിക്കോ നിങ്ങൾ. കണ്ടോ,
എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെ തെന്നലുകളൊക്കെ ഉള്ളായിരുന്നേ ഞാൻ വെറുതെ റിസ്ക് എടുക്കുന്നില്ല. കാരണം വീട്ടിൽ പോകേണ്ടതല്ലേ. അതുപോലെ ക്യാമറ ഒക്കെ നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ നീ വലിയ പ്രശ്നങ്ങളായി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത വ്ളോഗും ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ക്യാമറ വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ മരം ഒന്നും നിങ്ങൾ നോക്കിക്കുക, മരം കണ്ടോ നിങ്ങൾ? ഒരു പ്രത്യേകത അല്ല മരത്തിന്, വേരുകൾ പോയാണ് കണ്ടോ ഈ മരത്തിൻ്റെ, കണ്ടോ കുറേ വേരുകളൊക്കെ ആയിട്ട് കണ്ടോ. ഈ മരം വീണത് എനിക്ക് തോന്നുന്നത് ഇതൊരു മരം വീണെടുക്കാണ്. അപ്പോൾ 2018 വെള്ളപ്പൊക്കത്തിൽ മരം വീണ് ഇങ്ങനെ വന്ന് തടഞ്ഞു കിടക്കുന്നതാന്ന് തോന്നാൻ ഈ മരം. അല്ലെങ്കിൽ ഇവിടേക്ക് വരാൻ നല്ല അടിപൊളിയായിട്ട് വരാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നേനെ. അങ്ങനെ ഈ തവണ ഏഴാറ്റുപത്തേക്ക് വന്നപ്പോൾ പുതിയൊരു സ്ഥലം കൂടി ഞാൻ കണ്ടുപിടിച്ചാണ്. അപ്പോൾ ആ ചേട്ടൻ മുഖേന നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇനി ഫാമിലി ആയിട്ട് വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടേക്ക് ഇരുന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങടേക്കൊക്കെ നല്ല രസമുണ്ട് കാണാൻട്ടാ. എന്ത് രസമാണെന്ന് നോക്കി അവിടെ കണ്ട. അവിടെയൊക്കെ 2-3 പേര് മീൻ പിടിക്കുക എന്തോ സെറ്റപ്പൊക്കെ എന്ന് തോന്നും. കണ്ട 2-3 പേര് അവിടെ കണ്ട. ആ മീൻ പിടിക്കുകയാണ് അവർ. അപ്പോൾ അത്യാവശ്യം നല്ല മീനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല കുഴികളിലൊക്കെ നല്ല മീനുകളൊക്കെ ഉണ്ടാവും. അതാണ് തോന്നുന്നത്. അത് അപ്പുറ സൈഡിലുള്ളതാണ്. അപ്പുറ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിരപ്പള്ളി റൂട്ടാണ് അത്, ആ സൈഡിൽ നിന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ആനമല വഴി നേരെ അതിരപ്പള്ളി പോണത്, അതിരപ്പള്ളി വാഴച്ചാലി പോണ റൂട്ട്. ആ റൂട്ട് ആ സൈഡിൽ നിന്നാണ് ഇപ്പോൾ അവരൊക്കെ വന്നേണത്. ഈ സൈഡിൽ നിന്നല്ല, ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി മുഖേനയാണ് അവർ വന്നേണത് മീൻ പിടിക്കാനായിട്ട്. അതിനെന്തായാലും ഹെൽമെറ്റ് എടുത്ത് വെച്ചേക്കാം. ഇനി എങ്ങാൻ പാറയമെങ്ങാൻ വല്ല തട്ടി വീഴാണെങ്കിൽ നമ്മുടെ തലയ്ക്കൊന്നും പറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹെൽമെറ്റ് വീണ്ടും എടുത്ത് വെച്ചത്. നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ, തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഏഴാറ്റുപത്തേക്ക് നമ്മൾ ഇറങ്ങാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്ഥലങ്ങളൊക്കെ നോക്കി ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം. ഇവിടെയൊക്കെ വേസ്റ്റൊന്നും ഇടരുത്. അതിൻ്റെ ഈ പരിസരം ആകെ വൃത്തികേടൊന്നും ആക്കരുത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഏഴാറ്റുമുഖത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും നമുക്ക് കാണാം. അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ വന്നപ്പോൾ വണ്ടികളുടെ തിരക്കാണ് കാണുന്നത് കേട്ടോ. എന്തോരം വണ്ടികളാണെന്ന് അറിയാം. ബൈക്കുകൾ ലോങ്ങിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട്. ലോങ്ങിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ ലാസ്റ്റ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. വന്ന് കയറി പിന്നെ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ നമ്പർ അതുപോലെ തന്നെ നമുക്ക് കൊറോണ ഉള്ള സ്ഥലത്തു നിന്നാണോ വരുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. ഇത് 2 സൈഡാണ്. ഇത് ഏഴാറ്റുമുഖം സൈഡാണ് ഞാൻ വന്നേക്കുന്നത്. തൊട്ട് അപ്പുറ സൈഡ് ഈ പാലത്തിൻ്റെ അപ്പുറ സൈഡ് തുമ്പൂർ മൊഴി എന്ന് പറയും. അത് ഏകദേശം നമ്മുടെ ചാലക്കുടി റൂട്ട് വന്നിട്ട് അതിരപ്പള്ളി പോണ വഴിയിലുള്ളത് ഇതാണ് തുമ്പൂർ മൊഴി. ഇത് ഏഴാറ്റുമുഖം. 2 സൈഡാണ്. 2ലേക്കും വേറെ വേറെ എൻട്രിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ ലാസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. രണ്ട് സൈഡിലും നല്ല വ്യൂസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂസ്. നല്ല അടിപൊളി വ്യൂസാണ്. ഞാൻ അപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വേറെ ടിക്കറ്റ് എടുത്ത് കയറണം നമുക്ക്. അതൊരു ദിവസം നമ്മൾ അതിരപ്പള്ളി റൂട്ട് പോകുമ്പോൾ നമ്മളെന്തായാലും അവിടെ ഒന്ന് കയറുന്നതാണ്. അത് തുമ്പൂർ മൊഴിയും ഇത് ഏഴാറ്റവുമാണ്. 2 സെക്ഷനായിട്ടാണ് വരുന്നത്. നല്ല നമ്മളിപ്പോൾ നടക്കുന്നത് തൂക്കുപാലത്തിലൂടെയാണ്. നല്ല അടിപൊളി പാലമാണ്. നന്നായിട്ട് ആടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് കൊറോണ ആയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നല്ല രീതിയിൽ. കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറേ നാളുകൾ വീടുകളിലിരുന്നു ആൾക്കാർ. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും ടൂറിസ്റ്റിൻ്റെ മേഖലകളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വന്നത്. അവിടെയൊക്കെ പാറക്കെട്ടുകളുടെ ഇടയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. കൊണ്ട് കുറേ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. കാരണം വഴുക്കലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ കണ്ടു. നമ്മൾ തൂക്കുപാലത്തിലൊക്കെ കയറി. ഇവിടെ 2 സൈഡിൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് പാറക്കെട്ടിൻ്റെ അവിടേക്കൊക്കെ പോകാൻ സൂക്ഷിച്ച് പോകണമെന്ന് മാത്രം. അല്ലെങ്കിൽ വളരെ സ്ലിപ്പൊക്കെ ചെയ്യണ സ്ഥലങ്ങളാണ്. വെള്ളം കുറവാണ്. ഇപ്പോൾ മറ്റേ മഴക്കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വെള്ളമില്ല. വെള്ളം വളരെ കുറവാണ്. എന്നാലും വെള്ളച്ചാട്ടമൊക്കെ നല്ല രീതിയിലുണ്ട്. ഇനി താഴത്തേക്ക് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒരു ചെറിയൊരു ഡാം പോലെ കെട്ടി നിർത്തിയതാണ് കാണുന്നത്. ചെറിയൊരു ഡാം കെട്ടി നിർത്തിയതാണ്. നമുക്ക് എന്തായാലും ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഫുള്ള് പാറക്കെട്ടുകളാണ് ഇവിടെ മൊത്തമായിട്ടും. സൂക്ഷിച്ചൊക്കെ പോകണം. ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ഒരുപാട് പുറത്തുനിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വിശാലമായ സ്ഥലം. പക്ഷെ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര വഴുക്കലൊക്കെ ആയിരിക്കും. ഫാമിലിയൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുളിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ചിറങ്ങണമെന്ന് മാത്രം. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റണ അടിപൊളി സ്ഥലങ്ങളാണ്. ഇത് മുകളിലായിട്ട് നമുക്ക് കാണുന്നത്. അവിടെ പാലം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവിടെ മുകളിൽ കണ്ട പാലം, തൂക്കുപാലം പോണത് കാണാം. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ 1 മാസമായി എന്ന് പറയണ ഇവിടെ തുറന്നിട്ട്. കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് വരാൻ പറ്റിയിരുന്നില്ല. കൊറോണയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പുറത്തെ സൈഡിന് തുമ്പൂർ മൊഴി എന്ന് പറയുന്നത്. അതിരപ്പള്ളി റൂട്ട് പോണ വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. തുമ്പൂർ മൊഴി ബട്ടർഫ്ലൈ പാർക്ക് എന്നാണ് അതിനെ പറയണത്. നമുക്ക് എന്തായാലും അടുത്ത തവണ വരുമ്പോൾ നമുക്ക് എന്തായാലും ആ റൂട്ടിൽ വന്നിട്ട് നമുക്ക് എന്തായാലും അവിടെ കയറി അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടൊക്കെ ഒന്ന് പോയി കാട്ടിലൂടെ നമുക്കൊരു യാത്രയൊക്കെ നടത്താം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്, ഒരു രക്ഷയില്ല. തൊപ്പിയും കോടയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വരാണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം തീരുമാനമാവും. അപ്പോൾ എല്ലാവരും വരാമെന്നുണ്ടെങ്കിൽ നല്ല കോടയും സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റണ നല്ല സ്ഥലമാണ്. പിന്നെ അനാവശ്യ കാര്യങ്ങൾ, കുപ്പി വേസ്റ്റ് സാധനങ്ങളൊന്നും വന്ന് ഇവിടെ ഇടരുത്. അതിന് നല്ല പെനാൽറ്റി ഉണ്ട്. നല്ല ഫൈനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എല്ലാവരും ഇവിടെ പറയുന്നുണ്ട്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നേ വന്നിട്ടൊക്കെ ഉള്ളതാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളും ഫുഡിൻ്റെ വേസ്റ്റുകളും ഒന്നും ഇവിടെ ഇടാതെ സൂക്ഷിക്കണം. മാക്സിമം ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്ത് പോവുക. അത്രമാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാറക്കെട്ടിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇടിഞ്ഞൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ തീരുമാനമാവും. അതുകൊണ്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ പാറക്കെട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം.
നല്ല കെയർ ചെയ്ത് നടക്കണം. വല്ല പാമ്പോ സാധനങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കാടുകളൊക്കെയാണ് ഇവിടെ നിന്നറിയാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഓരോ വഴിയിലൂടെ നടക്കാനായിട്ട്. നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് അറ്റത്തേക്കും കൂടി ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഒരുപാട് പേര് വന്നേക്കാണ്. ഇപ്പം ഇത്ര തിരക്കുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷേ കണ്ട അത് മൊത്തം അവിടെ വരെ ഇങ്ങനെ പാറക്കെട്ടുകളായിട്ട് പോയേക്കാം. ശരിക്കും ഈ വെള്ളം വരുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെ വെള്ളമാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഡാം കെട്ടി പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ വിടാണ് അതിനെ വെള്ളത്തിന്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് ഞങ്ങൾ പണ്ടൊക്കെ ഞാൻ പഠിക്കണ സമയങ്ങളിലൊക്കെ മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ കുറച്ച് നേരം വന്നൊരു പാറ കെട്ടുമ്പോൾ ഞാൻ കയറി ഇരിക്കുകയാണ്. ഇപ്പം നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. അപ്പം അതെ അതുമാതിരി തന്നെ കണ്ടതേ വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞോളൂ. കണ്ട ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോൾ ആരും കണ്ടുള്ളതേ കണ്ട ആവശ്യമില്ലാത്ത കുപ്പികൾ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കാണ്. ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മനോഹാരിത നഷ്ടപ്പെടും. ആകെ വൃത്തിയായിട്ടൊരു സ്ഥലമാവും ഇവിടെ. ഇത്ര നല്ലൊരു സ്ഥലം വളരെ മോശമാകും. പക്ഷേ എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിൽ പോയാലും വൃത്തിഹീനമായിട്ട് ഇടരുത്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കുപ്പി അതുമാതിരി ഒറ്റ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇട്ട് പോകരുത്. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ആകെ മോശമായി. പിന്നെ അത് കണ്ട് വരുന്നവരും വേറെ ആളുകളും ഇവിടെ വന്ന് വേസ്റ്റ് ഇടും. അങ്ങനെ ആകെ മൊത്തം മലിനീകരണമാവും ഇവിടെ. പിന്നെ അങ്ങനെ കുറേ കഴിയുമ്പോൾ ആരും വരാത്തൊരവസ്ഥയിലേക്ക് ആവും ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികളും ശ്രദ്ധിക്കണം. അങ്ങനെ കുപ്പി സാധനങ്ങളെ കൊണ്ടുവന്ന് ഇതൊക്കെ പറക്കി കളയാൻ നോക്കണം. കണ്ട ഇവിടെയൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാണ്. പിന്നെ അതുമാതിരി തന്നെ നല്ല ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന കാട് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓരോ മലകളൊക്കെ കണ്ട നമ്മൾ കുറേ മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോയി അത് ചാലക്കുടി പുഴയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചേരാണത്. ഇവിടുത്തത് ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പോണത് ചാലക്കുടി പുഴയിലേക്കാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇത് കണ്ട ബാക്കൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇവിടെ കുറേ ആളുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്ഥലത്ത് വന്നിട്ട് വിശ്രമിക്കുകയാണ്. ഇവിടെ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. ഈ നടന്ന് വയ്യാണ്ടായി. ഇനി നമുക്കെന്തായാലും ഇനി അവിടെ നിന്ന് തിരിച്ച് പോവാം. നല്ല ഉച്ച 12 മണിയൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ട്. വീട്ടിലേക്ക് പതുക്കെ പിടിക്കാം. വലിയൊരു പാറയുണ്ടത്. ആളുകളൊക്കെ അതെ അവിടെ ഇവിടെയൊക്കെ കുളിക്കാണ്. നല്ല അടിപൊളി സെറ്റപ്പാണ്. കുട്ടികളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. വരുന്ന വഴി നല്ല അടിപൊളി പനകളുടെ ഒക്കെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നിർത്തിയതാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഞാനിപ്പോൾ പോയത് ഏഴാറ്റവും. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് പോയി കാണണം. നല്ല സൂപ്പറായിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതുമാതിരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുമാതിരി തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.